ഇപ്പോൾ കൊച്ചി മെട്രോ ഷോർട്ട് ഫിലിം ഫെസ്റ്റ് 10 വർഷം കടന്നു. 10 വർഷം. കുറേ സംരംഭങ്ങൾ അതിന്റെ ഒരുപാട്. നമ്മൾ ഫിലിം ഫെസ്റ്റിവൽ മാത്രമല്ല, നമ്മൾ ആദ്യമായിട്ട് ഒരു നോൺ ആൽക്കഹോളിക് ന്യൂ ഇയർ പാർട്ടി ഇവിടെ ചെയ്തായിരുന്നു. അത് ശരിക്കും ആദ്യമായിട്ടായിരിക്കും ലോകത്തന്നെ ലൈക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ടായിരുന്നു. അത് ചെയ്യുമ്പോൾ ആദ്യം എല്ലാവർക്കും സംശയമായിരുന്നു. പക്ഷെ അത് ഭയങ്കര ഹിറ്റായിരുന്നു. ഏകദേശം 10,000 പേര് വന്ന് 5 DJകൾ അവർ വന്ന് ഇതിനകത്ത് പാടി. അന്നത്തെ ഏറ്റവും സൂപ്പർ DJs ഉണ്ടായിരുന്ന DJs ഇവിടെ ഉണ്ടായിരുന്നു. മ്യൂസിക്കൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഡാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ചേർന്നുള്ള കലാപരിപാടി. പിന്നെ ലൈക്ക് നോൺ ആൽക്കഹോളിക് മൊജോ ഉണ്ടല്ലോ, അത് വന്നിട്ട് ഫ്രീ ആയിട്ട് കൊടുത്തു. അതുകൊണ്ട് എല്ലാ ഫാമിലീസ് എല്ലാം വന്നിട്ടുണ്ടല്ലോ, വിചാരിക്കുന്നതിനേക്കാളും ഭയങ്കര ഹിറ്റായി ആ സംഭവം വന്നിട്ടുള്ള ഒരു. എനിക്ക് തന്നെ 8,000-9,000 ജനം ദർബാർ ഹോൾ ഗ്രൗണ്ട് നിറഞ്ഞ് കവിഞ്ഞായിരുന്നു വന്നത്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സാധ്യത തുറന്നു കിട്ടിയത് ശരിക്കും. അതിനുശേഷം നമ്മളിവിടെ ഒരു ബൈക്ക് റാലി, ഈ പറയുന്ന സിന്തറ്റിക് ഡ്രഗ്സിനെതിരെ അന്ന് നമ്മളൊരു ബൈക്ക് റാലി ചെയ്തായിരുന്നു. ഒരു 800-900 ബൈക്ക് കണ്ണൂരിൽ നിന്നുള്ള തിരുവനന്തപുരത്തു നിന്നുള്ള എല്ലാമുള്ള ബൈക്ക് ക്ലബ്ബുകൾ അവിടെ തൊട്ട് ഇവിടെയുള്ള എല്ലാ ബൈക്ക് ക്ലബ്സിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അന്ന് എറണാകുളം ഇതുവരെ അതുപോലത്തെ ഒരു ബൈക്ക് റാലി കണ്ടിട്ടില്ല. പക്ഷേ വളരെ അച്ചടക്കത്തോട്, കാരണം അന്ന് വന്ന് ഇത്രയും ബൈക്ക് ഇവിടെ ഒന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ വെച്ചുതരാം. അത് ഇവിടെ നിന്നാണ് തുടങ്ങിയത്, കൊച്ചി പട്ടാളം ഗ്രൗണ്ടിൽ നിന്ന് വന്നിറങ്ങിയപ്പോഴത്തേക്കും ട്രാഫിക്കുകാർ മൊത്തം വന്ന്. അന്ന് ഡൊമിനിക്കാണ് അത് ഇനാഗുറേഷൻ ചെയ്തത്, അന്നത്തെ MLA ആയിരുന്നു. അന്ന് സബ് കളക്ടർ ഉണ്ടായിരുന്നു, കൊച്ചിയിലായിരുന്നല്ലോ സബ് കളക്ടറിൻ്റെ. അപ്പോൾ അന്ന് എല്ലാവരും പേടിച്ചു, ഇത് കംപ്ലീറ്റ് എറണാകുളം മൊത്തം ഇത്രയും ബൈക്ക് ഒറ്റയടിക്ക് എറണാകുളത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് എന്തായിരിക്കുന്നത്. പക്ഷേ ഇത്ര അച്ചടക്കത്തോട് ഉണ്ടായ ഒരു ബൈക്ക് റാലി വേറെ ഉണ്ടാവില്ല. മറൈൻ ഡ്രൈവിലാണ് അത് തീർന്നത്. അതാണ് ഈ ബൈക്ക് ക്ലബ്ബുകളുടെ വന്നിട്ടുള്ള റൈഡേഴ്സ് ക്ലബ്ബുകളുടെ ഏറ്റവും വലിയ മഹത്വം ഞാൻ അന്ന് കണ്ടത്. വളരെ അച്ചടക്കത്തോട് ചെയ്യുന്നതാണ്, അല്ലാതെ ഒരു ഹൂളിഗൻസ് അല്ല. അതിനെതിരായിട്ടുള്ള ഒരു അച്ചടക്കത്തോടു കൂടിയുള്ള ഒരു ബൈക്ക് റാലി ആയിരുന്നു അന്ന്. എല്ലാ ക്ലബ്ബുകളും അതിൽ പങ്കെടുത്ത എല്ലാ ക്ലബ്ബുകളും കണ്ണൂർ തൊട്ട് തിരുവനന്തപുരം വരെയുള്ള എല്ലാ കേരളത്തിലെ ക്ലബ്ബുകളും അതിനകത്ത് പങ്കാളികളായിരുന്നു. അങ്ങനെ അതിനുശേഷം നമ്മളൊരു ഫ്ലാഷ് മോബ് കോമ്പറ്റീഷൻ ചെയ്തായിരുന്നു. ഞാൻ ഫെസ്റ്റിവൽ അല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. അത് മാർക്കറ്റ് യുവർ ടെക് ഫെസ്റ്റ് എന്നുള്ളതായിരുന്നു. മാർക്കറ്റ് യുവർ ഫെസ്റ്റ്. അന്ന് ക്യാമ്പസുകളിൽ ഒരുപാട് ഫെസ്റ്റിവലുകൾ നടന്നായിരുന്നു. മറ്റ് ടെക് ഫെസ്റ്റ്, ലോ ഫെസ്റ്റ്, ലോ കോളേജിൻ്റെ അവരവരുടെ സബ്ജക്റ്റിനനുസരിച്ചിട്ടുള്ള ഒരു ഫെസ്റ്റ് അവർ ചെയ്തിരുന്നു. ആ ഫെസ്റ്റിവലെ മാർക്കറ്റ് ചെയ്യാനായിട്ട് ഫ്ലാഷ് മോബ് യൂസ് ചെയ്തിട്ടുണ്ട്. ഒബ്രോ മാളിൽ വാലന്റൈൻസ് ഡേയിൽ നമ്മൾ അങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തു. ഭയങ്കര ഹിറ്റായിരുന്നു. അത് റിലയൻസ് ആയിരുന്നു അന്ന് അത് സ്പോൺസർ ചെയ്തത്. നമ്മുടെ എല്ലാ പ്രോഗ്രാമും സ്പോൺസേർഡാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇഷ്ടംപോലെ ഫെസ്റ്റിവൽ ചെയ്ത് 2016 ആയപ്പോൾ ഞങ്ങൾ പ്രവാസികൾക്ക് വേണ്ടി മിഡിൽ ഈസ്റ്റിലേക്ക് മാറി. പിന്നീട് അവിടെയായി. ഈ കഴിഞ്ഞ 8 വർഷമായിട്ട് നമ്മൾ GCC കൺട്രീസിലുള്ള എല്ലാ രാജ്യങ്ങളിലും നമ്മൾ വർക്ക്ഷോപ്പുകളും ഫിലിം ഫെസ്റ്റിവലുകളായിട്ട് നമ്മൾ ഒരുപാട് പ്രോഗ്രാം ചെയ്തു. നമ്മുടെ വിഷ്വൽ ലിറ്ററസി എന്ന് പറയുന്ന ഒരു ന്യൂ പ്രോജക്റ്റ് ഞാൻ അവിടുത്തെ ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ നമ്മൾ ലോഞ്ച് ചെയ്തു. അതിനുശേഷം നിക്കോണുമായിട്ട് ചേർന്ന് നമ്മൾ അതെല്ലാം കേരളം GCCയിലെ എല്ലാ കൺട്രീസിലും യൂണിവേഴ്സിറ്റികളിലും ക്യാമ്പസുകളിലും സ്കൂളുകളിലെ പിള്ളേർ എല്ലാവരെയും പല അസോസിയേഷനുണ്ടല്ലോ, മലയാളി അസോസിയേഷൻ കേരള, അവരുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് ചെയ്തിരുന്നു. അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ബെർലിനുകളെ നമ്മൾ അവിടെ ചെയ്യുമ്പോൾ നമ്മൾ അവരെയും കൂടി ചേർന്ന് ബെർലിൻ പോളിടെക്നിക്കുമായിട്ട് ചേർന്നുകൊണ്ട് അവിടുത്തെ ലോക്കൽസിനും കൂടി വന്നിട്ടുള്ള നമ്മൾ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഫെസ്റ്റിവൽസ് നമ്മൾ 2018 ചെയ്തു. നമ്മൾ അതേപോലെ ഡിഫറെൻറ്റ് വർക്ക്ഷോപ്പുകൾ അവർക്ക് വേണ്ടി ചെയ്തു, യൂണിവേഴ്സിറ്റികളിൽ ക്ലാസ് ചെയ്തു. ഈ 2024 കഴിഞ്ഞ വർഷം ഞാൻ എൻ്റെ അടുത്ത ബുക്ക് വന്നിട്ട് ഞാൻ റിലീസ് ചെയ്തത്. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ദ ഫ്യൂച്ചർ ഓഫ് സിനിമ, നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ വന്നിട്ടുള്ളതിനകത്തേക്ക് വിഷ്വൽ ലിറ്ററസി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. എങ്ങനെ ദൃശ്യമാധ്യമത്തെ നമുക്ക് കാണാം, ഇറ്റ്സ് ബേസിക്കലി വി കോൾ ഇറ്റ് ദാറ്റ് ലിറ്ററസി ഓഫ് 21st സെഞ്ച്വറി എന്നാണ് അതിനെ വിളിക്കുന്നത്. 21ാം നൂറ്റാണ്ടിൻ്റെ ലിറ്ററസി. കാരണം നമ്മൾ ഇമേജിലൂടെയാണ് എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. വെൻ യു ഗോ ഔട്ട്, ഓക്കെ, ഒരു പോസ്റ്റർ ആയാലും ശരി, അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് നിങ്ങളോട് സംസാരിക്കുകയാണ്, സംവാദം ചെയ്യുക. ഇറ്റ് ആക്ച്വലി ഓൾ അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ ഓൾ ഇമേജസ് ആക്ച്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും വിത്തൗട്ട് യു നോയിങ്. ആക്ച്വലി ഇറ്റ് ക്യാൻ ആക്ച്വലി നിങ്ങളെ വന്നിട്ടുള്ളതിനകത്തേക്ക് ഗൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളെ ഇൻഫ്ലുവൻസോ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളൊരു ഇമേജ് കാണുമ്പോൾ ചിലപ്പോൾ വിശ്വസിക്കുക ഒരുപാട്. അതുകൊണ്ടാണ് അതിനെ പറ്റിക്കുന്ന ഒരുപാട് മോർഫിങ്, അത് ബേസിക് എത്തിക്സ് വരണം. കാരണം നമ്മുടെ ടെക്നോളജിയുടെ വളർച്ചയ്ക്ക് അനുസരിച്ചിട്ട് നമ്മൾ എല്ലാത്തിനും ഉണ്ടാക്കുന്ന ഒരു കോഡുണ്ട്. എല്ലാത്തിനും നമ്മൾ സൊസൈറ്റി വളർന്നപ്പോൾ സൊസൈറ്റിയിൽ ഒരു കോഡ് ഉണ്ടാക്കി, എങ്ങനെ നിൽക്കണം, ജീവിക്കണം. അതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല, നമുക്ക് സൊസൈറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കോഡ് ഉണ്ടാക്കി, ഒരു സൊസൈറ്റിയിൽ എങ്ങനെ വേണം, നിയമങ്ങൾ വന്നു, ഒരു സൊസൈറ്റിയിൽ എങ്ങനെ ജീവിക്കണം എന്ന് പറയാം. അതുപോലെ തന്നെ നമ്മുടെ വളർച്ച ടെക്നോളജി വളർന്നപ്പോൾ
അതിലുണ്ടാക്കിയിരിക്കുന്ന ഒരു കോഡ് ശക്തമാക്കേണ്ടിയിരിക്കുന്നു ശരിക്കും. അവിടെയാണ് നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ പലരും വന്നിട്ടുള്ളത് അത് നമ്മളവരെ കുറ്റവാളികളായിട്ട് കാണുകതിനേക്കാളും ഉപരി ഒന്നല്ല, ചിലർ പറ്റിക്കാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സൈബർ ക്രൈംസ് ഇഷ്ടംപോലെ ഉണ്ടാവും. അതിൻ്റെ കാരണം ആ ഒരു ന്യൂ ടെക്നോളജിയിൽ വന്നിട്ട് അതെല്ലാ സമയത്തും ഉണ്ട്. ഈ പറയുന്ന വന്നിട്ടുള്ള ബേസിക് ആയിട്ടുള്ളത് അത് അവരുടെ ഒരു ബേസിക് തിങ്കിങ് അങ്ങനെയാണ്. അപ്പോൾ അവരെ നമ്മൾ ശക്തമായിട്ട് എതിർക്കാനായിട്ട് ഒരു നിയമത്തിൻ്റെ രീതികളും അതിൻ്റെ ബേസിക് എത്തിക്സുകളും ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ഇറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് അത് റൂൾ ചെയ്യാൻ പോവുക. ബട്ട് അതിനകത്ത് ബേസിക് എത്തിക്സുകൾ ആവശ്യമാണ്. അപ്പോൾ അതിനോട് ചേർന്നാണ് ഞാനിപ്പോൾ ഈ കഴിഞ്ഞ 2024 ദ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ദ ഫ്യൂച്ചർ ഓഫ് സിനിമ എന്നുള്ള അതിൻ്റെ ബേസിക് എത്തിക്സ് എല്ലാം പറയുന്നുണ്ട്. അതിൽ ഹിസ്റ്ററി, നമ്മുടെ മിത്തുകളിൽ എന്ന് തൊട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് സംസാരിച്ചു എന്നുള്ളത്. ഞാൻ ആ പുസ്തകം അവിടെ ഉണ്ട്, ഞാൻ വേണമെങ്കിൽ അത് എവിടെ ഞാൻ കാണിച്ചിട്ട് പറയട്ടെ അത്. ഓക്കെ, സോ ദിസ് ബുക്ക് ഈസ് ആക്ച്വലി വന്നിട്ട് ഇതാണ് അതിൻ്റെ ഒരു ബുക്കായിട്ട് നിൽക്കുന്നത്. ഇത് ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിലാണ് നമ്മൾ റിലീസ് ചെയ്തിരുന്നത്.